വല്ലാത്തൊരത്ഭുതം തന്നെയാണ്. കുനിയയിലെ സമ്മേളനത്തിൻ്റെ അലയൊലികൾ ഇനിയും അടങ്ങിയിട്ടില്ല. ആ പ്രൗഢമായ വേദിയും അതിനേക്കാൾ 100 മടങ്ങ് പ്രൗഢമായ ഗംഭീരമായ സദസ്സും കണ്ണെത്താ ദൂരത്തേക്ക് പരന്നു കിടക്കുന്ന ജനസഞ്ചയം എല്ലാവരെയും ഞെട്ടിക്കുകയും അതുപോലെ ആകർഷിക്കുകയും ചെയ്തിരിക്കുന്നു. സമ്മേളനം വൻ വിജയമായിരുന്നു എന്നതിൻ്റെ അടയാളമാണത്. നേതാക്കന്മാരുടെ സംസാരങ്ങൾ പ്രമേയത്തിന് അനുയോജ്യമായ, സദസ്സിനനുയോജ്യമായ, സമസ്തയുടെ ആദർശങ്ങൾക്ക് അനുയോജ്യമായ നല്ല സംസാരങ്ങളായിരുന്നു. ആരെയും വേദനിപ്പിക്കാത്ത, പതിവ് സ്വഭാവങ്ങളിൽ നിന്ന് മാറി മറുവിഭാഗം സമസ്ത എന്ന് അവർ വിശേഷിപ്പിക്കുന്ന സമസ്തക്കാരെ ഒരു കുത്തുവാക്ക് പോലും പറയാതെ പരമാവധി സംയമനം പാലിച്ചുകൊണ്ട് അല്ലെങ്കിൽ മിതത്വം പാലിച്ചുകൊണ്ടായിരുന്നു നേതാക്കന്മാരുടെ സംസാരങ്ങൾ. രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലുള്ള നേതാക്കന്മാരും വളരെ അർത്ഥഗർഭമായ പ്രസംഗമാണ് നടത്തിയത്. സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് ഇങ്ങനെയെല്ലാം പ്രസംഗിക്കാൻ കഴിയുമെന്ന ഒരു വിവരം, ഒരു തിരിച്ചറിവ് കേരള ജനത മനസ്സിലാക്കിയതും ഈ സമ്മേളനത്തിലാണ്. ചില്ലറ നുള്ളലും പിച്ചലുമൊക്കെ ചില ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടായെങ്കിലും പൊതുവെ ആരെയും കൊച്ചാക്കാത്ത, പരിഹസിക്കാത്ത, ആരെയും വേദനിപ്പിക്കാത്ത നല്ലൊരു വേദിയും പ്രസംഗങ്ങളും അതുപോലെ സദസ്സുമായിരുന്നു നമ്മൾ കുനിയയിൽ കണ്ടത് എന്നത് അസൂയാർഹമായ നിലയിൽ ആരും വിലയിരുത്തുന്ന ഒന്നാണ്. വൻ വിജയമായിട്ടുണ്ട്, ഒരു സംശയവുമില്ല. ജനപങ്കാളിത്തം കൊണ്ട് അതുല്യം എന്ന് പറയുമാർ അത് വളരെയധികം നന്നായിട്ടുണ്ട്, ജനങ്ങളുടെ പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട് എന്ന് സമ്മതിക്കാതെ വയ്യ. എന്നാൽ ഏറ്റവും കൂടുതൽ ഈ വിഷയത്തിൽ അസ്വസ്ഥരായിട്ടുള്ളത്, സമ്മേളനം കണ്ട് ഞെട്ടി വിറച്ചു പോയത് വഹാബികളാണ്. മുജാഹിദുകൾ ചാനലുകൾക്ക് മുമ്പിൽ വന്നുകൊണ്ട് പറഞ്ഞത് സമസ്ത ഒരു നൂറ്റാണ്ട് കൊണ്ട് എന്ത് ചെയ്തു, ആർക്കും ഒന്നും ഒരു നേട്ടവും സമുദായത്തിനും അവരുടെ വിശ്വാസങ്ങൾക്കും ഒന്നും തന്നെ ചെയ്തു തന്നിട്ടില്ല. ജനങ്ങൾക്ക് പലതും അറിയാനും മനസ്സിലാക്കാനും താല്പര്യമുണ്ടായത് കൊണ്ട് ഇന്നത്തെ യുവാക്കളൊക്കെ വെള്ളിയാഴ്ച പള്ളികളിൽ വന്നിട്ട് 4 നിലകളും നിറഞ്ഞ് കവിയുകയാണ്. അവർക്ക് അവിടെ പോയാലാണ് ജുമുഅ നന്നാവുക എന്നും മുജാഹിദ് വിശ്വാസമാണ്, വഹാബികളുടെ സരണിയാണ് ഏറ്റവും നല്ലത് എന്നും ഇന്നത്തെ എല്ലാ യുവാക്കന്മാരും യുവതികളും മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് അവർ അവകാശം പറയുകയും ചെയ്തു. എന്നിട്ടവർ പറഞ്ഞതാണ് രസാവഹമായിട്ടുള്ളത്. ഏതെങ്കിലും മൗലവിമാരുടെ വെള്ളിയാഴ്ച പ്രഭാഷണങ്ങൾ കേട്ടതുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ പാണ്ഡിത്യം മനസ്സിലാക്കിയത് കൊണ്ടോ അവരുടെ സാരോപദേശങ്ങൾ ഉൾക്കൊണ്ടത് കൊണ്ടോ അല്ല ഈ യുവാക്കൾ പള്ളികളിലേക്ക് വന്നിട്ടുള്ളത്. മറിച്ച് അവരൊക്കെ മുജാഹിദായതും അവരുടെ പള്ളികളിലേക്ക് ചെന്നതും മുജാഹിദീങ്ങളുടെ സരണി സ്വീകരിച്ചതും ചാറ്റ് ജിപിടിയോടും ജെമിനിയോടും ചോദിച്ച് പഠിച്ചിട്ടാണ് എന്നാണ് ചാനലിന് മുമ്പിൽ മൗലവിമാർ തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ യുവാക്കൾക്ക് ഇന്നത്തെ മുജാഹിദ് മൗലവിമാരെ വിശ്വാസമില്ല. അവർ പറയുന്ന അറിവിനോടും താല്പര്യമില്ല. പിന്നെയോ ചാറ്റ് ജിപിടിനോട് ചോദിച്ചിട്ടും ജെമിനിനോട് ചോദിച്ചിട്ടൊക്കെയാണ് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി മുജാഹിദീങ്ങളുടെ പള്ളിയിലേക്ക്, വഹാബികളുടെ പള്ളിയിലേക്ക് യുവാക്കൾ കടന്നു വന്നിട്ടുള്ളത് എന്ന് അവർ തന്നെ പറയുന്നു. ഞങ്ങൾ സുന്നികൾ പക്ഷേ അങ്ങനെയല്ല. അത്തരം അറിവ് ലഭിക്കേണ്ട കാര്യങ്ങൾ, മതപരമായ വിഷയങ്ങൾക്ക് ചാറ്റ് ജിപിടിയെയോ ജെമിനിയെയോ അല്ല ആശ്രയിക്കാറുള്ളത്. അത് ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് ആരായിരുന്നു, പ്രധാനമന്ത്രി ആരായിരുന്നു,
അല്ലെങ്കിൽ പിന്നെ അമേരിക്കയുടെ പ്രഥമ പ്രസിഡന്റ് ആരായിരുന്നു, കപ്പൽ കണ്ടുപിടിച്ചത് ആരാണ്, വിമാനം കണ്ടുപിടിച്ചത് ആരാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാണ് ഞങ്ങളൊക്കെ ജെമിനിനെയും അതുപോലെ ചാറ്റ് ജിപിടിനെയൊക്കെ ആശ്രയിക്കാറുള്ളത്. മതപരമായ കാര്യങ്ങൾക്ക് പണ്ഡിതന്മാരുടെ മുമ്പിൽ വെച്ച് ഓതിപ്പടിക്കുകയും അതുപോലെ പണ്ഡിതന്മാരോട് ചോദിച്ച് മനസ്സിലാക്കുകയുമാണ് സുന്നികൾ ചെയ്യാറുള്ളത് എന്ന് ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിനാൽ നല്ലവണ്ണം കിതാബ് ഓതിപ്പടിക്കുകയാണെങ്കിൽ അറിവുള്ള ഒരാളും തന്നെ വഹാബിയാവുകയില്ല. അത് അവരുടെ സൂഉൽ ഖാത്തിമത്തിന് കാരണമാകും, നരകം കിട്ടാൻ കാരണമാകും എന്ന് എല്ലാ ആളുകളും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യണം. ഈ സമുദായത്തെ തെറ്റിലേക്കും ഷിർക്കിലേക്കും അന്ധവിശ്വാസങ്ങളിലേക്കും കൊണ്ടുപോകുന്നത് പുത്തൻ പ്രസ്ഥാനക്കാരാണ് എന്ന സത്യം എല്ലാവരും തിരിച്ചറിയണം. ഈ വിഷയങ്ങളൊന്നും കിതാബിലുള്ള കാര്യങ്ങൾ ചാറ്റ് ജിപിടിയും ജെമിനിയുമല്ല പറഞ്ഞു തരേണ്ടത്, മതപണ്ഡിതന്മാരാണ്. അവരോടാണതെല്ലാം ചോദിച്ച് നാം പഠിക്കേണ്ടത് എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി മുജാഹിദുകളെ, നിങ്ങളെല്ലാവരെയും ഇതിലേറെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളെല്ലാം വിറളി പിടിച്ച് ഓടുന്ന ഒരു അവസ്ഥ വരാനിരിക്കുകയാണ്. കോട്ടക്കലിൽ വെച്ച് ഈ വരുന്ന 14-ാം തീയതി ഷെയ്ഖുന സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് സമസ്തയുടെ സെന്റിനറി വിളംബരം, അതിൻ്റെ പ്രഖ്യാപനം നടത്തുന്നുണ്ട്. ആ പ്രഖ്യാപന പരിപാടി കോട്ടക്കൽ വെച്ച് നടക്കുമ്പോൾ നിങ്ങളൊന്ന് ഞെട്ടും. ആ 100-ാം വാർഷികം കാന്തപുരം ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ കേരളത്തിലെ മുഴുവൻ വഹാബികളും അതുപോലെ സമസ്തയുടെ എല്ലാവിധ എതിരാളികളും ഞെട്ടി വിറച്ച് വെപ്രാളപ്പെട്ട് വിറളിപ്പൂണ്ട് ഓടുന്ന കാഴ്ചയും കടുന്നൽ കൂട്ടിന് ഏറ് കിട്ടിയതുപോലെ ആകെ ചിതറിപ്പാറുന്ന രംഗവും കാണാനിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് കാന്തപുരം ഉസ്താദിൻ്റെ 14-ാം തീയതിയിലെ പ്രഖ്യാപനത്തിലേക്ക് ചെവിയോർക്കുക. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ ഈ വരുന്ന കാലവർഷത്തിനുള്ളിൽ തന്നെ ഈ സമസ്തയുടെ 100-ാം വാർഷികം, ഒറിജിനൽ സമസ്തയുടെ 100-ാം വാർഷികം നടക്കുമെന്ന് നാം പ്രതീക്ഷിക്കുക. മഴക്കാലത്താകുമ്പോൾ വലിയ ബുദ്ധിമുട്ടല്ലേ. ഏതായാലും ജൂൺ മാസത്തിനുള്ളിൽ തന്നെ സംഗതി നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഉസ്താദിനും അതുപോലെയുള്ള കൂടെയുള്ള എല്ലാ പണ്ഡിത വര്യന്മാരായ ഉസ്താദുമാർക്കെല്ലാവർക്കും അല്ലാഹു തആല ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. ആമീൻ.